അന്ന് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നൊരു മനോഭാവം അത് ചോദിക്കാൻ കാരണം പുതിയ കാലത്ത് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡിയാണല്ലോ കൂടുതലും. ജോലിക്ക് വേണ്ടി പഠിക്കുക എന്നിടത്തൊക്കെ മാറിയിട്ടുണ്ടല്ലോ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ആ 100 കിട്ടാൻ വേണ്ടി പഠിക്കുക, ഇൽമ് പഠിക്കാൻ വേണ്ടി അറിയാൻ വേണ്ടി പഠിക്കുക എന്നതായിരുന്നല്ലോ. പുസ്തകമൊക്കെ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ് അങ്ങനെയായിരുന്നു. അന്നും അങ്ങനെ തന്നെയാണ്. പഠനം എന്ന് പറയുന്നത് അത് ഒരു അനുഭൂതിയായി തന്നെയായിരുന്നു ഞങ്ങൾക്കൊക്കെ തോന്നിയിരുന്നത്. ജോബ് എന്നത് പ്രത്യേകിച്ചും നമ്മുടെ ദീനീയായ ഇൽമുകൾ പഠിക്കുന്ന ദർസ് സംവിധാനങ്ങളിലൊന്നും ഒരു ജോലി എന്നത് ആരുടെയും സ്വപ്നമായി എനിക്ക് തോന്നിയിട്ടില്ല. അത് പഠിക്കുക, പരമാവധി ഷെയ്ഖുനയുടെ ദർസിൽ നിന്നും അല്ലാത്തടത്തു നിന്നൊക്കെ പരമാവധി പഠിക്കുക. ഇനി അത് പഠനത്തിന് ശേഷം ചിലപ്പോൾ ദർസ് നടത്താനും മറ്റൊക്കെ അവസരം കിട്ടുന്ന ധാരാളം ആളുകളുണ്ട്. അതിനെയൊന്നും ഒരു ജോലിയായി കണക്കാക്കുന്നതിൽ കാര്യമില്ല എന്നുമാണ് ഷെയ്ഖുനയുടെ നിലപാട്. ഷെയ്ഖുന ശിഷ്യന്മാരൊക്കെ മുദ്രിസന്മാരൊക്കെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് എവിടെയാണ് ജോലി എന്ന് ചോദിക്കാറില്ല. അങ്ങനെ തദ്രീസ് പ്രത്യേകിച്ചും ജോലിയായി കണക്കാക്കാൻ പാടില്ല എന്ന നിലപാടാണ് അവിടുത്തേത്. അതൊരു കസ്ബല്ല, അതൊരു ഖിദ്മയാണ്, നാം ചെയ്യേണ്ട നമ്മുടെ ബാധ്യത. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ആണ് അതിനെക്കുറിച്ച് ഷെയ്ഖുനാക്കുണ്ടായിരുന്നത് എന്നതുകൊണ്ട് ശിഷ്യന്മാരിലേക്കും ആ ഒരു കൺസെപ്റ്റ് പകർന്നിട്ടുണ്ടാകും. അപ്പോൾ ജോലി എന്നത് ഞങ്ങൾ പഠിക്കുന്നതിൻ്റെ അന്നത്തെ ഒരു ലക്ഷ്യമായിരുന്നില്ല. പഠിക്കുക, മനസ്സിലാക്കുക എന്നതാണ്. ജോലി ആയി തദ്രീസിനൊക്കെ അവസരം കിട്ടിയാൽ തന്നെ അത് ജോലിയായി കണക്കാക്കിയിട്ടും ഉണ്ടായിരുന്നില്ല. ജോലിക്ക് ശമ്പളമുണ്ടാകും, നിശ്ചിത ശമ്പളങ്ങളുണ്ടാകും, അതിന് ചിലപ്പോൾ നെഗോസിയേഷനും ഉണ്ടാകും. പക്ഷേ ഷെയ്ഖുനയോ മറ്റ് ഉസ്താദന്മാർ റയീസുൽ ഉലമ അവിടെ ഉള്ള ഒതുക്കുങ്ങൽ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങൾക്ക് മുതിർന്ന കുറേ കിതാബുകൾ റയീസുൽ ഉലമയും ഓതി തന്നിട്ടുണ്ട്. അവിടത്തേക്കും ഷെയ്ഖുനാക്കും ഒന്നും, അതുപോലെ നമ്മുടെ വലിയ മഹത്തുക്കളായ ഉസ്താദന്മാർക്കൊന്നും അവർ ചെയ്യുന്ന തദ്രീസും മറ്റൊന്നും ഒരു ജോലിയായി തോന്നിയിട്ടുമില്ല. അവരതിനെക്കുറിച്ച് ശമ്പളം പറഞ്ഞിട്ടുമില്ല, ശമ്പളത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുമില്ല. അവർക്ക് നൽകുന്നത് ഹദിയയായി അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ദീനിൻ്റെ ഖിദ്മത്ത് ഏറ്റെടുക്കുമ്പോൾ അള്ളാഹു അവരെ ഏറ്റെടുക്കും എന്ന നിലക്ക് അവർക്ക് കമ്മിറ്റിക്കാരൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നത് ഹദിയയായി അവർ സ്വീകരിക്കും. ഹദിയ സ്വീകരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലിയാണ്. അല്ലാതെ ശമ്പളത്തെക്കുറിച്ച് അവർക്ക് ആധിയില്ല, വിചാരവുമില്ല. ശമ്പളം കൂടിയോ കുറഞ്ഞോ എന്ന് ചിന്തയില്ല. അത് ഒരു ബറക്കത്തിന് വാങ്ങും, അതവർ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതൊന്നൊരു ജോലിയായിട്ട് ഷെയ്ഖുനയോ നമ്മുടെ പ്രധാനപ്പെട്ട ഉസ്താദുമാരോ ഒന്നും കണ്ടിട്ടില്ല. അതുപോലെ ഇന്ന് ദർസിന് പുറമെ അക്കാഡമിക്കൽ കൂടി പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിലേക്ക് കുട്ടികൾ ഒഴുകുന്ന ഒരു അവസ്ഥ ഇന്ന് കാണുന്നുണ്ടല്ലോ. ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. പണ്ട് ഉസ്താദൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ ഒരു ഫീൽഡിലേക്കുള്ള കുട്ടികളുടെ വരവ് കൂടുതലുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഈ ഫീൽഡിലേക്ക് അതിൻ്റെ മധുരം അറിഞ്ഞ് ആസ്വദിച്ച് വരുന്ന ആളുകൾ കുറച്ചാളുകളെ ഉണ്ടാകുമായിരുന്നുള്ളൂ. കാരണം അതിൽ പ്രലോഭനങ്ങളൊന്നും ഈ ഫീൽഡിൽ അധികം ഇല്ല. ഇന്നിപ്പോൾ ഒരു അക്കാഡമിക്കൽ മറ്റ് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, ജോബ് ഓറിയൻറ്റഡ് വിദ്യാഭ്യാസമായതുകൊണ്ട് ഏതെങ്കിലും ഒരു ജോലിക്ക് നമുക്ക് സൗകര്യമാണ് എന്ന ചിന്ത കൂടി പുതിയ തലമുറക്ക് ഈ വഴിയിലേക്ക് വരാൻ പ്രചോദനമാകുന്നുണ്ട്. എന്നാലും ആ ഒരു പ്രചോദനമുണ്ടെങ്കിൽ തന്നെ ഈ ഫീൽഡിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരനുഗ്രഹം തന്നെയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞ ഒരു വാക്ക് വിശ്രുതമാണ്. ത്വലബത്തുൽ ഇൽമ ലിഗൈരില്ലാഹി ഫഅബാ അൻ യകൂനൽ ഇൽമു ഇല്ലാ ലില്ലാഹ്. ഇൽമു പഠിക്കാൻ പോയപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി വജ്ഹ് ഒന്നും ഉദ്ദേശിച്ചല്ല പോയത്. കാരണം വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് ഉപ്പ മരിച്ചു, ഗസാലി ഇമാം തങ്ങളും അവരുടെ ജ്യേഷ്ഠനുമുണ്ട്, യതീമുകളാണ്. അവരുടെ കാര്യം നോക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട വസിയ്യ് ഉണ്ടായിരുന്നു. കുറച്ച് കാശ് ഉപ്പ ഏൽപ്പിച്ചതുകൊണ്ട് അത് തീർന്നു പോയപ്പോൾ
ആ വസിയായ മനുഷ്യൻ സാലിഹായ മനുഷ്യനാണ്. മൂപ്പർക്ക് സ്വന്തം കാശൊന്നും ഈ കുട്ടികളെ നോക്കാനുള്ള ഭക്ഷണം കൊടുക്കാനുള്ള മാർഗമൊന്നുമില്ല. അപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കിട്ടും, ഞാൻ നിങ്ങളെ അവിടെയുള്ള മദ്രസയിലാക്കിത്തരാം എന്ന് പറഞ്ഞാണ് അവർ പഠനരംഗത്തേക്ക് വന്നത്. ഭക്ഷണത്തിന് വേണ്ടിയാണ്. അതാണ് ഗൈരില്ലാഹി എന്ന് പറഞ്ഞ് ഇൽമിൻ്റെ പൂതിക്ക് വന്നതല്ല. പക്ഷേ പഠിച്ചു നോക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനല്ലാതെ ഈ ഇൽമ് വഴങ്ങുന്നില്ല എന്ന് ഗസാലി ഇമാം തങ്ങൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ഭൗതിക താല്പര്യങ്ങളൊക്കെ വെച്ച് ഈ ഫീൽഡിലേക്ക് വന്നാൽ തന്നെ അത് ശരിയായ ഇൽമിൻ്റെ പ്രകാശം ലഭിക്കുമ്പോൾ അവർ നേർവഴിയിലേക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ, ആധുനിക വിദ്യാഭ്യാസ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി തന്നെ ഈ രംഗം പുഷ്ടിപ്പെടുത്തി കൊണ്ടുപോകാൻ നാം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് താരതമ്യേന വളരെ നല്ല ഒരു സേവനം തന്നെയാണ്. ഈ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പം കാണുന്നൊരു പ്രവണതയാണല്ലോ ഈ പഠനത്തിന് വേണ്ടി പുറത്തേക്ക് പോവുക, രാജ്യം വിട്ടു പോകുക എന്നുള്ളത്, മൈഗ്രേഷൻ നടത്തുക. അപ്പോൾ ജോലിക്ക് വേണ്ടി, ഉന്നത പഠനത്തിന് വേണ്ടി എന്ന പേരിലാണ് പോക്ക് നടക്കുന്നത്. പക്ഷേ മുമ്പത്തെ കാലത്തും ഇതേപോലെ വിദേശത്തേക്ക് പോയി പഠിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് പൂർവികരായ പണ്ഡിതന്മാർ മുതൽ തന്നെ ഉള്ള ഒരു സംഗതിയാണ്. ഇൽമിന് വേണ്ടിയുള്ള മൈഗ്രേഷൻ ഉണ്ടെങ്കിൽ തന്നെ ആ ഇൽമിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ. വെള്ളം ഒഴുകാതിരുന്നാൽ ആ വെള്ളത്തിൻ്റെ പ്യൂരിറ്റിയും വിശുദ്ധിയും നഷ്ടപ്പെടും. അത് ഒഴുകി നീങ്ങണം, അപ്പോഴാണ് അതിൻ്റെ പ്യൂരിറ്റി ഉണ്ടാവുക. അപ്പോൾ മനുഷ്യർ നിന്നിടത്ത് നിന്നാൽ പുരോഗതി ഉണ്ടാവില്ല. അതാണ് ഈ നാട് വിട്ടുപോയി പഠിക്കുക എന്നുള്ള പ്രവണത നമ്മുടെ അയിമ്മത്ത് സഹാബാക്കിറാം മുതൽ അതിന് ശേഷമുള്ള അയിമ്മത്തെല്ലാം ആ ഒരു മാർഗത്തിലാണ് അവർ ഇൽമ് തേടിയിട്ടുള്ളത്. പലരും വിവിധ രാഷ്ട്രങ്ങൾ താണ്ടി പോയവരുണ്ട്, ദേശങ്ങൾ താണ്ടി പോയവരുണ്ട്, ഓരോ ഗ്രാമങ്ങൾ മാറി മറ്റ് ഗ്രാമങ്ങളിലേക്കും നാടുകളിലേക്കും പോയവരുണ്ട്. ആ ഒരു ശൈലി നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാരുടെ ശൈലി നമ്മുടെ നാട്ടിലുള്ള പണ്ഡിതന്മാരും സ്വീകരിച്ചതായി നമുക്ക് കാണാം. നമ്മുടെ നാട്ടിൽ അന്നൊക്കെ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പോവുക എന്നതിന് പരിമിതികളേറെ ഉള്ളതുകൊണ്ട് ദൂരമുള്ള വെല്ലൂർ അതുപോലെയുള്ള ഈ വിദ്യാഭ്യാസ നികേതനങ്ങളിലേക്ക് പോയെങ്കിലും നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ പഠനം നുകർന്നിരുന്നു. അന്ന് അസ്ഹറിലേക്കൊക്കെ പോയി പഠിച്ച ആളുകൾ അക്കാലത്തും ഉണ്ട്. പക്ഷേ അന്ന് ഇന്നുള്ള പോലെ യാത്രാ സൗകര്യങ്ങളോ അതിനുള്ള സാമ്പത്തികമായ ചുറ്റുപാടുകളോ ഒന്നും മുതാലിമീങ്ങൾക്ക് വളരെ കുറവായതുകൊണ്ട് രാഷ്ട്രം വിട്ടുപോയി വലിയ ചിലവുള്ള ഒരു മൈഗ്രേഷന് അവർക്ക് സാധിച്ചിരുന്നില്ല. സാധ്യമായിടത്തൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അത് ഇൽമിൻ്റെ പുരോഗതിക്കും വിവിധ സംസ്കാരങ്ങൾ പരിചയപ്പെടാനും വിവിധ നാടുകൾ കണ്ട് വിവിധ ജനങ്ങളെ മനസ്സിലാക്കി സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിയാനൊക്കെ വളരെ സഹായകമാണ് അന്ന്. ഇന്ന് യാത്രാ സൗകര്യങ്ങളും താരതമ്യേന സാമ്പത്തികമായ ഭദ്രതയും ഒക്കെ രക്ഷിതാക്കൾക്കുള്ളത് കൊണ്ട് ഇന്ന് വിവിധ രാഷ്ട്രങ്ങളിലേക്കും നാം വിദ്യാർത്ഥികളെ പറഞ്ഞയക്കുന്നുണ്ട്. എവിടെ പറഞ്ഞയച്ചാലും നാം നമ്മുടെ പൈതൃകം വിട്ടുപോകാതെ നമ്മുടെ വിശ്വാസത്തിന് ഭംഗം വരാത്ത വിധത്തിൽ ഇസ്ലാമിക സംസ്കാരത്തിന് കുഴപ്പമില്ലാത്ത വിധത്തിലുള്ള വിദ്യാഭ്യാസ രീതി വളരെ പ്രചോദനമർഹിക്കുന്നത് തന്നെയാണ്. കേരളീയ ഉലമ അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു, അങ്ങനെ പുറത്തുപോയി പഠിക്കുന്നതിന്. കേരളീയ ഉലമ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഷെയ്ഖുന ഉദാഹരണം. ഷെയ്ഖുനാൻ്റെ ഉസ്താദുമാർ സദഖത്തുള്ള മുസ്ലിയാർ, കുത്തുബി ഉസ്താദ്, ഇവരൊക്കെ ഈ തലമുറ അവരുടെ മുമ്പും നേരത്തെ വെല്ലൂർ സ്ഥാപിതമായതിൻ്റെ ശേഷം അങ്ങോട്ട് അതിൻ്റെ മുമ്പ് ലത്തീഫിയയിലേക്ക്, ഇനി അങ്ങനെ വലിയ സ്ഥാപനങ്ങൾ ഒക്കെ വരുന്നതിന് മുമ്പും വലിയ വലിയ ദർസുകൾ അന്വേഷിച്ച് കേരളത്തിൻ്റെ ഒരു തലം മുതൽ മറ്റേ അറ്റം വരെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ നമ്മുടെ പണ്ഡിതന്മാരുടെ വിദ്യ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്ര നീണ്ടിരുന്നു എന്നത് ചരിത്രമാണ്. പിന്നെ ഇസ്ലാം എല്ലാ കാലത്തും പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നല്ലോ. അതിനൊക്കെ പണ്ഡിതന്മാർ തരണം ചെയ്തിട്ടുണ്ട്. പുതിയ കാലത്ത് നമുക്കറിയാം, ഇപ്പോൾ റബീഉൽ അവ്വൽ വരെയാണ് നവീനവാദികൾ അതുപോലെ തന്നെ വിഘടനവാദികളൊക്കെ ഉള്ള ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു കാലത്ത് നബിതങ്ങളെ അവരിലേക്ക് കൂടി
പരിചയപ്പെടുത്താൻ കഴിയുന്ന, അവർ കൂടി വായിക്കുന്ന ഒരു തരത്തിലേക്ക് നബിതങ്ങളെ പറ്റിയുള്ള ആ ഒരു തരത്തിലേക്ക് മാറ്റാൻ നമ്മുടെ ഭാഗത്തുനിന്ന്, നമ്മുടെ ഇസ്ലാമിൻ്റെ പക്ഷത്തുനിന്ന് ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? ഇത് നവീനവാദികൾ ഇപ്പോഴായിട്ടുണ്ടാകുന്നതല്ല. നേരത്തെ തന്നെ സ്വഹാബത്തിൻ്റെ കാലം കഴിഞ്ഞ ഉടനെ തന്നെ ആ കാലത്ത് തന്നെ ഖവാരിജുകളും റാഫിദികളും തുടങ്ങി നവീനവാദങ്ങൾ ആരംഭിച്ചു മുഅ്തസിലികൾ വഴി ഇങ്ങനെ ധാരാളം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അവരുമായി ആരോഗ്യപരമായ സംവാദങ്ങൾ അന്നുള്ള അക്കാലങ്ങളിലുള്ള പണ്ഡിതന്മാർ നടത്തുകയും ചർച്ചകൾ നടത്തുകയും ധാരാളം ആളുകൾ യഥാർത്ഥ ഇസ്ലാമിലേക്ക് തിരിച്ചു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഖവാരിജികളായി പുറംതിരിഞ്ഞു നിന്നിരുന്ന ആളുകളെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചർച്ച നടത്തിയിട്ട് 25,000 ആളുകൾ തിരിച്ച് യഥാർത്ഥ സുന്നത്തി ജമാഅത്തിൻ്റെ പന്ഥാവിലേക്ക് വന്നത് ചരിത്രമാണ്. അതുപോലെ എല്ലാ കാലങ്ങളിലും നമ്മുടെ പണ്ഡിതന്മാർ ചെയ്തിട്ടുണ്ട്. ആധുനിക കാലത്ത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം വളരെ വിപുലമായി ഇക്കാലത്ത് നവീനവാദികൾക്ക് മാത്രമല്ല ഇസ്ലാമിനെ നിന്ന് ദൂരപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക്, ഇസ്ലാമിനെ പരിചയമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വികലമായ ഇസ്ലാമിക ചിത്രങ്ങൾ, ഇസ്ലാമിനെ വികലമാക്കിയുള്ള ചിത്രങ്ങൾ കണ്ടും കേട്ടും പരിചയപ്പെട്ടതുകൊണ്ടോ ഇസ്ലാമിനോട് വിരോധം തോന്നുന്ന നവീനവാദികളുടെ പുറമേയുള്ളവരുമുണ്ട്. യുക്തിവാദികളെന്ന പേരിലുള്ള ആളുകളുണ്ട്, മറ്റ് മതക്കാരുണ്ട്, ഇസ്ലാം വിരോധം വെച്ച് പുലർത്തുന്നവരുണ്ട്. അവർക്കെല്ലാം ഇസ്ലാമിൻ്റെ ഋജുവായ ആശയങ്ങളും മാർഗങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാൻ ഒരു പ്രതിരോധവും ഇല്ലാതെ തന്നെ ഇന്ന് വളരെ സൗകര്യങ്ങളുണ്ട്. മുമ്പ് നേരിട്ട് നാം സംഘടിപ്പിച്ചിരുന്ന ചില സമ്മേളനങ്ങളോ മറ്റോ ആയിരുന്നു അതിന് സംവിധാനമുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചിലപ്പോൾ കായികമായി അത് മുടക്കാനോ മറ്റുള്ളതിനോ ഒക്കെ അന്ന് പലരും ശ്രമിച്ചതും പല ഇത് മുടങ്ങിപ്പോയതോ ആയ സംഭവങ്ങളൊക്കെ കാണാം ചരിത്രത്തിൽ. ഇന്ന് അങ്ങനെയുള്ള ഒരു റെസിസ്റ്റൻസും ഇല്ലാതെ നമ്മുടെ ശരിയായ വിശ്വാസവും ദീനും ആചാരവും സംസ്കാരവും നമുക്ക് ഈ പല മീഡിയകൾ, സോഷ്യൽ മീഡിയകളിലൂടെ നമുക്ക് പ്രചരിപ്പിക്കാൻ ഇന്ന് വളരെ സൗകര്യമാണ്. അപ്പോൾ ആധുനിക കാലത്ത് ഇസ്ലാമിൻ്റെ ശരിയായ രീതി എന്താണെന്നും ഇസ്ലാം സ്നേഹമാണ്, അത് വംശീയതയോ വർഗീയതയോ വിദ്വേഷമോ അല്ല എന്ന സന്ദേശം ലോകത്തിന് മുഴുക്കെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് വിപുലമാണ്. അക്കാര്യങ്ങളിൽ നാം ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അതിൽ നവീനവാദികൾക്ക് അവരൊന്നും പിഴച്ചു പോകാൻ വേണ്ടി നിർബന്ധം പിടിച്ചു പോകുന്നവരാകില്ല. അവരുടെ ഇസ്ലാമിക വായന തെറ്റിപ്പോയതാണ്. അവർക്ക് ശരിയായ രൂപത്തിൽ ഇസ്ലാമിനെ വായിക്കാനുള്ള അവസരങ്ങൾ നാം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമുക്ക് ധാർമ്മികമായ ഒരു ബാധ്യത കൂടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. വൽതക്കും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയമുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. ദഅവത്തിൻ്റെ പ്രാധാന്യമാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നന്മയിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുകയും സർവ്വ ആളുകൾക്കും നന്മ പ്രാപ്തമാവുകയും ചെയ്യുന്ന വിധത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഓരോ കാലങ്ങളിലും നവനവങ്ങളായ സംരംഭങ്ങളിലൂടെ ചെയ്തു വന്നിട്ടുള്ളവരാണ് പണ്ഡിതന്മാരും പൂർവികരും. ഇപ്പോഴുള്ള വളരെ വിപുലമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നാം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത്.